So welcome back to our channel. So നമുക്കിനി മൊഡ്യൂൾ 1 നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്ക് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ആണ്. നമ്മൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞായിരുന്നു മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് രണ്ട് അൽഗോരിതംസ് ആണ്, ഒന്ന് ലൈൻ ഡ്രോയിങ്ങും ഒന്ന് സർക്കിൾ ഡ്രോയിങ്ങും. ലൈൻ ഡ്രോയിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈൻ ഡ്രോയിങ്ങിൻ്റെ രണ്ട് ടൈപ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൻ്റെ രണ്ട് ടൈപ്സ് ആണ്. മെയിനായിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം, രണ്ട് ബ്രസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഇതിൽ ഫസ്റ്റ് വൺ മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലും സെയിം തന്നെയാണ് ലൈൻ ഡ്രോയിങ് ചെയ്ത പോലെ തന്നെയാണ്. സർക്കിൾ ഡ്രോയിങ്ങിൽ മെയിനായിട്ട് നമ്മൾ കോർഡിനേറ്റ്സ്, അതായത് പിക്സൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് വയ്ക്കുക. സർക്കിൾ ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈൻ ഡ്രോയിങ്ങിൽ നമ്മളൊരു ലൈൻ കോർഡിനേറ്റ്സിൻ്റെ കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് നമ്മളൊരു ലൈൻ പ്ലോട്ട് ചെയ്തു അല്ലേ ഗ്രാഫിൽ. ഇതിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോർഡിനേറ്റ്സ് വരെ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഡിസിഷൻ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. എഫ് സർക്കിൾ എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ് എഫ് സർക്കിളിൻ്റെ ഡിസിഷൻ പാരാമീറ്റർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3 കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സർക്കിളിൻ്റെ. ഇപ്പോൾ പി കെ ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. അതേപോലെ പി കെ, അതായത് ഡിസിഷൻ പാരാമീറ്റർ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഒരു സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും ആ ഒരു പോയിൻ്റ് ഉണ്ടാവുക. ഇഫ് പി കെ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഓൺ ദ സർക്കിൾ, ആ സർക്കിളിൽ തന്നെയായിരിക്കും ആ പോയിൻ്റ് ഉണ്ടാവുക. ഇഫ് പി കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ ബൗണ്ടറി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ 3 കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് മെയിനായിട്ടുള്ള 2 റൂൾസ്, ഫോർമുലാസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. സോ നമ്മൾ ലൈൻ ഡ്രോയിങ്ങിൽ പഠിച്ചതുപോലെ തന്നെയാണ് 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയോ, പി കെ ലെസ് ദാൻ 0 ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻറ്റ് ടു പ്ലോട്ട് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1ഉം വൈ കെ ആയിരിക്കും. അവിടുത്തെ പി കെ പ്ലസ് 1 എന്ന് പറയുന്നതിൻ്റെ ഫോമുലയാണ് കൊടുത്തിരിക്കുന്നത് പി കെ പ്ലസ് 2 എക്സ് കെ പ്ലസ് 3. ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പി കെ ലെസ് ദാൻ 0, നമ്മളെ ഡിസിഷൻ പാരാമീറ്റർ ലെസ് ദാൻ 0 ആണെങ്കിൽ പി കെ പ്ലസ് 1ൻ്റെ ഫോമുലയാണ് പി കെ പ്ലസ് 2 എക്സ് കെ പ്ലസ് 3. അതുപോലെ അവിടുത്തെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻക്രിമെൻ്റ് ആവുകയും വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയാൽ പി കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്തായിരിക്കും, ഇവിടെ വരുന്നത് എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1, അതായത് എക്സ് ഇൻക്രിമെൻ്റ് ആവുകയും വൈ കോർഡിനേറ്റ് ഡിക്രിമെൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് പി കെ പ്ലസ് 2 എക്സ് കെ മൈനസ് 2 വൈ കെ പ്ലസ് 5 എന്നാണ്. 2 ഫോമുലേഴ്സും തറവായിട്ട് തെറ്റിക്കാതെ പഠിക്കുക. ഓക്കെ, പി കെ ഗ്രേറ്ററും ലെസ്സും നോക്കുക. ഇനി നമ്മൾ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോമുല P0 ഈക്വൽ ടു 1 മൈനസ് R ആണ്. ഓക്കെ, ഈ 3 ഫോമുലാസാണ് മെയിനായിട്ട് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ പഠിച്ചിരിക്കേണ്ട, ബൈഹാർട്ടായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, പി കെ ലെസ് ദാൻ 0, പി കെ ഗ്രേറ്റർ ദാൻ 0, പിന്നെ ഇനിഷ്യൽ പാരാമീറ്ററിൻ്റെ ഫോമുലയും. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഗിവൺ എ സർക്കിൾ റേഡിയസ് r ഈക്വൽ ടു 10 ഡിറ്റർമൈൻസ് ദ പൊസിഷൻ അലോങ് ദ സർക്കിൾ ഓഫ് 10 ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഫ്രം x is equal to 0 to x is equal to y. സോ നമുക്കിവിടെ ആകെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ആ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0 ടു, അതിൻ്റെ ആ ഒരു പൊസിഷനിങ് ആണ് പറഞ്ഞത്. എക്സ് 0 മുതൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റേഡിയസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള ഇനിഷ്യൽ പാരാമീറ്ററാണ്. സോ വിത്ത് ദിസ് ഗിവൺ ഡേറ്റ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇനിഷ്യൽ പാരാമീറ്റർ. ഇനിഷ്യൽ പാരാമീറ്റർ നമ്മൾ ഫോമുല അറിയാം P0 ഈക്വൽ ടു 1 മൈനസ് R ആണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് R ഈസ് ഈക്വൽ ടു എന്താണ്, 10 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 10 നമുക്ക് എത്ര കിട്ടും, -9 എന്ന് കിട്ടും ഇല്ലേ. ഈ P0യുടെ വാല്യൂ -9 ആണ്. നമ്മൾ 2 കണ്ടീഷൻ പറഞ്ഞു, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0. ഇവിടെ P0 ഗ്രേറ്റർ ദാൻ 0 ആണ്, ലെസ് ദാൻ 0 ആണ്, ലെസ് ദാൻ 0 അല്ലേ. ഹിയർ നമുക്കപ്പോൾ പറയാം, ഹിയർ കണ്ടീഷൻ ഏതാണ്, പി കെ ലെസ് ദാൻ 0, പി കെ ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്താ നമ്മൾ പറഞ്ഞത്, പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് പി കെ പ്ലസ് 2 എക്സ് കെ പ്ലസ് 3 നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ്, ലെസ് ദാൻ 0. ഓക്കെ, അതേപോലെ അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1ഉം കോമ വൈ കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഓരോന്നും ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യും. സോ ടേബിളിലെ കണ്ടൻസ് എന്തായിട്ട് കെ ഉണ്ട്, പി കെ ഇനിഷ്യൽ പാരാമീറ്റർ, പിന്നെ 2 കോർഡിനേറ്റ്സ് എക്സ് കെ പ്ലസ് 1ഉം വൈ കെ പ്ലസ് 1ഉം ഉണ്ട്, 2 എക്സ് കെ പ്ലസ് 3യും 2 എക്സ് കെ പ്ലസ് 2 വൈ കെ പ്ലസ് 5ഉം ഉണ്ട്. ഇത് ആ ഒരു ഫോമുലയിലുള്ള ആ ഒരു ടേമാണ്. ഓക്കെ, ഇതെന്തിനാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ റേഡിയസ്
0,10 ആണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ് എന്താണ് 0,10 ആണ്. കാരണം x = 0 എന്ന് തന്നിട്ടുണ്ട്, റേഡിയസ് 10 ആണ്, അതുകൊണ്ടാണ് 0,10 ഫസ്റ്റ് കോർഡിനേറ്റ്. നമ്മൾ k 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? kക്ക് 0 കൊടുത്തപ്പോൾ pk എത്ര കിട്ടി? -9 കിട്ടിയില്ലേ? സോ -9 ആണ് pk. xk + 1 yk + 1 കണ്ടുപിടിക്കും. -9 ആണെങ്കിൽ നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യുന്നു പറഞ്ഞു? ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ? നോക്കൂ, ഇവിടെ നമ്മൾ pk എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ <0 ആണ്. അപ്പോൾ നമ്മളടുത്ത pk + 1 കണ്ടുപിടിക്കുന്ന ഫോമുല എന്തുമായിരുന്നു? pk + 2xk + 3 ആണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ 2xk കണ്ടുപിടിക്കാം. ഓക്കെ, 2xk കണ്ടുപിടിക്കുന്നത് xk എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ x ആണ്. ഇവിടുത്തെ x കോർഡിനേറ്റ് എന്താ? 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? 2 × 0 + 3. അപ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ നെക്സ്റ്റ് വാല്യൂ എടുക്കുന്നത് ആഡ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ ഒന്നുമില്ല, കാരണം നമ്മളിവിടെ രണ്ട് കണ്ടീഷൻസിലെ ഫോമുലാസാണ് ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ <0 ഉള്ള കണ്ടീഷൻ വരുന്നത് മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി, ഇവിടെ ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ xk + നമുക്കറിയാം ഇങ്ങനെ വരുന്ന ടൈമിൽ ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്. ഇവിടെ xk + 1 yk + 1 അവിടെ ആര് ഇൻക്രിമെൻ്റ് ആവും? xk മാത്രം ഇൻക്രിമെൻ്റ് ആവും, yk ഇൻക്രിമെൻ്റ് ആവുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് വരും? 0യിൽ നിന്ന് 1 ഇൻക്രിമെൻ്റായി 10 അതുപോലെ എഴുതി. ഓക്കെ, ആ കണ്ടീഷൻ പഠിച്ചാൽ ക്ലിയർ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് kക്ക് 1. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ആ ഫോമുലയിൽ pk + 1 നെക്സ്റ്റ് പോയിന്റ് pk + 1 കണ്ടുപിടിക്കണം. നോക്കി, pk + 1 നെക്സ്റ്റ് ഇപ്പോൾ ഉള്ള pkയുടെ വാല്യൂ എത്രയാണ്? -9. 2xk + 3 ഇവിടെ കണ്ടുപിടിച്ച് എത്രയാണ്? 3. -9 + 3 ചെയ്യുമ്പോൾ എത്രയാണ്? -6 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് pkയുടെ വാല്യൂ എന്താണ്? -6 ആണ്. അതും എന്താണ്? <0 ആണ്. അപ്പോൾ വീണ്ടും 2xk + 3 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ x ഇനി എന്താവും? 1 ആവും. അപ്പോൾ 2 × 1 + 3 എത്ര കിട്ടും? 5 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഇൻക്രിമെൻ്റ് ഇല്ലേ? ആരൊക്കെ ഇൻക്രിമെൻറ്റോ? എക്സ് മാത്രം ഇൻക്രിമെൻറ്റ്, വൈ ഇൻക്രിമെൻ്റ് ആവോ? ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 മാറി 2 ആവും, 2,10 എന്നാവും. മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് k2 ആവുന്നത് അടുത്ത് കണ്ടപ്പോൾ <2 ആണ്. അപ്പോൾ ഏത് മറ്റേ ഫോമിലിട്ട് ചെയ്യണം. നോക്കൂ, നെക്സ്റ്റ് ഇവിടെ pkയുടെ വാല്യൂ -6 ആകുമ്പോൾ അടുത്ത് pk + 1 എങ്ങനെ കണ്ടുപിടിക്കും? pk + 2xk + 3. pkയുടെ വാല്യൂ -6 + 2xk + 3 നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 5 ആണ്. 5. അപ്പോൾ ആൻസർ -1. അപ്പോൾ അടുത്ത pkയുടെ വാല്യൂ എന്താണ്? -1 ആണ്. xk + 1 കണ്ടു. ഇവിടുത്തെ ഇനി xk എന്ന് പറഞ്ഞാൽ ആരാണ്? 2 ആണ്. അപ്പോൾ 2 × 2 + 3 എത്ര കിട്ടും? 7 കിട്ടും. ഇവിടെ ആരൊക്കെ ഇൻക്രിമെൻ്റ് ആവും? x മാത്രം 2 മാറി 3 ആവും, y അതേപോലെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തപ്പോൾ നമുക്ക് -1 എഗെയിൻ -1 എന്താണ്? <0 ആണല്ലേ അല്ലേ? അടുത്ത pk + 1 നമുക്ക് കണ്ടുപിടിക്കും. pk = -1 കണ്ടീഷനിൽ pk + 1 എങ്ങനെ കണ്ടുപിടിക്കും? -1 + xk + 1 എത്രയാണ്? xk + 3 എത്രയാണ്? 7 ആണ്. -1 + 7 6 എന്ന് കിട്ടും. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ്? <0 ആണ്. അടുത്ത pk പോയിന്റ് കിട്ടി എത്രയാണ്? 6. അത് <0 ആണ്. > വരുമ്പോൾ കണ്ടീഷൻ മാറും. ഏത് കണ്ടീഷൻ? pk + 2xk + ഈ കണ്ടീഷൻ വരും. അപ്പോൾ ഇത് ഈ കോളം ഒന്നും ചെയ്യേണ്ട, > ആയപ്പോൾ ഈ ഒരു ഇതിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് 2xkയും 2ykയും ചെയ്യണം. ഇവിടുത്തെ 2xk, x എന്ന് പറയുന്നത് 3 ആണ്. 2 × 3 + 2yk, 2 × 10 ആണ് y. 2 × 10 + 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്യുമ്പോൾ നമുക്ക് -9 എന്ന് കിട്ടും. ഇത് പ്ലസ് അല്ല, ഫോമുല മൈനസ് ആണേ. ഓക്കെ, -9 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇനി കോർഡിനേറ്റ്, നെക്സ്റ്റ് കോർഡിനേറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്തത് അല്ല > ആണല്ലോ. 6 ആകുമ്പോൾ എന്ത് വരും? xk + 1 എന്താവും? ഇൻക്രിമെൻ്റ് ആവും. yk എന്താവും? -1 ആവും. അപ്പോൾ ഇവിടെ 3 മാറി എന്താവും? 4 ആവും. 10 എന്ത് ചെയ്യും? കുറയും. x കൂടുകയും y കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 എന്താവും? 9 ആവും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് അടുത്ത k4ൽ p4ൽ വരുമ്പോൾ നോക്കി 6 ആണ് അല്ലേ? 6 വെച്ച് അടുത്ത പോയിന്റ് pk + 1 കണ്ടുപിടിക്കും. അടുത്ത് pk = 6. അതിൽ pk + 1 കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ? 6 + എന്ത് ചെയ്യണം? ഈ ഇതിൽ
നമ്മൾ നേരത്തേക്ക് 2xk + 3 ആണ്. ഇനി 2xk - 2yk + 5യുടെ വാല്യൂ എടുക്കുന്നത് എത്രയാണ്? -9. അപ്പോൾ 6 - 9 നമുക്ക് എത്ര കിട്ടും? 3 -3. അപ്പോൾ -3 ആണ് അടുത്ത PKയിൽ വരുന്നത്. അപ്പോൾ അതെന്താണ്? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ വീണ്ടും ഏതിൽ വരും? 2xk ഫസ്റ്റ് കണ്ടീഷനിൽ വരും. ഫസ്റ്റ് കണ്ടീഷനിൽ 2 × 4 + 3 11 എന്ന് കിട്ടും. ഇനി xk പ്ലസ് ഇവിടെ എങ്ങനെ വരും? x ഇൻക്രിമെൻ്റ് ആവും, y കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. 4 മാറി 5 9 അതേപോലെ എഴുതും. അടുത്ത് k 5 ആവുമ്പോൾ PK ലെസ് അടുത്ത് PK + 1 കണ്ടുപിടിക്കും. PK ഇപ്പോൾ എന്താണ്? -3 ആണ്. അടുത്ത് PK + 1 കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? -3 പ്ലസ് ഏതെടുക്കണം? 2xk + 3യുടെ വാല്യൂ 11. നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടുത്തെ PKയിൽ എന്ത് കൊടുക്കുക? 8 ആയിരിക്കും വാല്യൂ. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ വരുമോ? ഇല്ല, ഇവിടത്തെയാണ് രണ്ടാമത്തെ കണ്ടീഷൻ. 2xk - 2yk + 5 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 2 × xk 5 ആണ്, -2yk എന്ന് പറയുമ്പോൾ 9 ആണ്. 2 × 9 + 5 ആൻസർ എത്ര കിട്ടും? -3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്രിമെൻറ്റ് എവിടെയാണ്? x ഇൻക്രിമെൻ്റ് ആവും, y എന്താവും? ഡിക്രിമെൻ്റ് ആവും. 9 മാറിയത് എന്താവും? 8 ആവും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് k 6 ആവുന്ന ടൈമിൽ PK എന്താണ്? PK + 1 കണ്ടുപിടിക്കണം. PK = 8 ആണ്. അപ്പോൾ PK + 1 എന്ന് പറയുമ്പോൾ അത് PK 8 അല്ലേ? ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 8 പ്ലസ് നമ്മളത് ഈ വാല്യൂ -3 നമുക്ക് 5 കിട്ടും. സോ നെക്സ്റ്റ് PK എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അതിൽ ഇനി xk + 1ഉം അത് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ വരും? ഈ ഒരു കണ്ടീഷൻ വരും, ഈ ഒരു കണ്ടീഷൻ വരും. ഗ്രേറ്റർ അല്ലേ? ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. ഈ ഒരു കണ്ടീഷൻ ചെയ്യേണ്ട, കാരണം നമ്മളിവിടെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇത് എന്താവും? ഈക്വൽ. അതിപ്പോൾ 5 ആയി. ഇനി xk + 1ഉം yk + 1ഉം നോക്കിയേ, ഗ്രേറ്റർ ആണല്ലേ? അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം എന്താവും? x ഇൻക്രിമെൻ്റ് ആവുകയും y ഡിക്രിമെൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ 7,7 ഇതെന്ന് പറയുന്ന x = y എന്ന് പറഞ്ഞ കണ്ടീഷന് അത് എക്സും വൈയും ഈക്വൽ ആവുന്ന സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് x = 0 to x = y. x 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ x y-യുമായിട്ട് ഈക്വൽ ആവുന്നു അപ്പോൾ അത് കോർഡിനേറ്റ് സ്റ്റോപ്പ് ആവും. അതുവരെ വേണം നമുക്ക് സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ x = y ആകുമ്പം ഇതെന്ത് ചെയ്തു? സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇതാണ് മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഓക്കെ അല്ലേ?